ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, ഈ കേരളം മെച്ചപ്പെട്ട ഒരു സംസ്ഥാനത്തെ മോശക്കാരായ ആളുകളുടെ, വർഗീയവാദികളുടെ, തീവ്രവാദികളുടെ ഒക്കെ നാടാണ്, ഇവിടെ ആളുകളെ ബീഫ് വായിൽ കുത്തിക്കയറ്റുന്ന ആളുകളൊക്കെ ഉണ്ട് എന്നൊക്കെ ചിത്രീകരിക്കുന്ന ഒരു സിനിമ ഇപ്പോൾ എന്തായാലും താൽക്കാലികമായി അതിൻ്റെ ചിത്രീകരണമല്ല, റിലീസ് തടഞ്ഞിരിക്കുന്നു. താങ്കൾക്ക് എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? സാർ നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ പൊതുവേദി തുടങ്ങിയത് മുതലേ സാർ പറയുന്നുണ്ട് കേരളം മെച്ചപ്പെട്ടതാണ്, ഭൂരിഭാഗം മതേതരവാദികളാണ് എന്നൊക്കെ സാർ പറയുന്നുണ്ട്. അത് ഞാനും സമ്മതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കേരള സ്റ്റോറി കണ്ടാൽ ഉടനെ മറ്റെല്ലാവരും ഈ പറയുന്ന കളവുകൾ അങ്ങ് വിശ്വസിച്ച് നാളെ ആ കളവിന്റെ പിറകെ അങ്ങ് പോകുന്നു സാർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ ഒരു ഭയമുണ്ട് സാർ. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ സാർ ഒരു സെക്കൻഡ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. സാർ പറയുന്നു കേരളത്തിൽ വിദ്യാസമ്പന്നരാണ്, മതേതരവാദികളാണ് 75, അതായത് പൂർവാധികം ആൾക്കാർ. അതും ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ ഒരു സിനിമ കണ്ടിട്ട് ബീഫ് അങ്ങനെ കുത്തി കയറ്റുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒരു വിഭാഗം അങ്ങ് അതിന്റെ പിറകെ അങ്ങ് പോകുന്ന ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ പിറകിൽ ഒരു അജണ്ട ഉണ്ട് സാർ. അല്ലെങ്കിൽ എന്തിനാ ഭയപ്പെടുന്നത്? അത് നോർമലായി സിനിമ പോലെ വിട്ടാ പോരെ? കേരളത്തിലെ ജനങ്ങൾ ഭൂരിഭാഗവും മതേതരവാദികളല്ലേ? അവർക്കൊക്കെ അറിയില്ലേ ഇവിടെ ആരെയും വായിൽ ബീഫ് കുത്തി തിരികുന്നില്ല എന്ന്? പിന്നെ എന്തിനു ഈ ചർച്ച ചെയ്ത് ഈ അലോസരം ഉണ്ടാക്കുന്നത്? അതിന്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട നടപ്പാക്കട്ടെ, അത് ആ ജനങ്ങൾ വിലയിരുത്തട്ടെ. സാറിപ്പം പറഞ്ഞു ചർച്ച തുടങ്ങിയ മുതലേ സാറ് പറയുന്നു കേരളം മതേതരവാദികളാണ്, ഇതിനൊന്നും വിലപ്പോയില്ല, ഇതൊന്നും വിലപത്തില്ല, കേരളത്തിലുള്ളവർക്ക് വിദ്യാസമ്പന്നരാണ്, എല്ലാവർക്കും ഇതറിയാം, ബീഫ് കുത്തിക്കയറ്റ്. പിന്നെ സാറ് പറയുന്ന ബീഫ് കുത്തുന്ന്, ദളിതനെ ബലാത്സംഗം ചെയ്യുന്നു, ഇതൊക്കെ അങ്ങനെ പറഞ്ഞിങ്ങനെ പരത്തുവാണെന്ന്. ഒരു സിനിമയിൽ കൂടി അങ്ങനെ പരത്തിയ കേരളത്തിലെ ഭൂരിഭാഗം മാറി ചിന്തിക്കുന്നു സാറിന് തോന്നുന്നുണ്ടോ? തോന്നാൻ എന്താ കാരണം? അതൊന്ന് വ്യക്തമാക്കി തരണം. താങ്കളെ പൂർത്തിയായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേരളത്തിൽ ജീവിക്കുന്ന ബാലകൃഷ്ണൻ അടക്കമുള്ള മഹാഭൂരിപക്ഷം മനുഷ്യരും ഈ സിനിമ കണ്ടുകൊണ്ട് കേരളം ഇങ്ങനെയാണെന്ന് വിശ്വസിക്കില്ല എന്നത് എനിക്കും ബാലകൃഷ്ണനും നല്ല ഉറപ്പുണ്ട്, യാതൊരു സംശയവുമില്ല. പക്ഷേ കേരളത്തിന് പുറത്തുള്ള ആളുകൾ, ഈ കേരളത്തെ നേരിട്ടറിയാത്ത ആളുകൾ, അവരൊക്കെ ഇത് കാണുമ്പോൾ അവരിൽ ഒരു വിഭാഗമെങ്കിലും ചിന്തിക്കും കേരളത്തിൽ എന്തോ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, കേരളം എന്തോ വർഗീയവാദികളുടെയും തീവ്രവാദികളുടെയും ഒക്കെ നാടാണ്, കേരളം എന്തോ ഇന്ത്യയുടെ ഭാഗമൊന്നുമല്ല, അതേതോ മറ്റേതോ മോശപ്പെട്ട രാജ്യം പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ആളുകൾക്ക് തോന്നും. നമ്മുടെ നാടിനെക്കുറിച്ച് മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിച്ച് സിനിമ എടുത്ത് അത് പ്രചരിപ്പിക്കുമ്പോൾ അത് തെറ്റാണ്, എൻ്റെ നാട് ഇങ്ങനെയല്ല എന്ന് പറയാനുള്ള അവകാശം, അതിനുള്ള ആത്മാഭിമാനം നമ്മൾ കാണിക്കണ്ടേ? പറഞ്ഞോളൂ. പക്ഷെ അതിനെന്തൊരു ഭയപ്പാട്? ആർക്കും ഭയമില്ല. കേരള സ്റ്റോറി വന്നിട്ട് ആരെങ്കിലും ഭയന്നോ? പക്ഷെ തെറ്റാണെന്ന് പറയാനുള്ള ആർജവും ആത്മാഭിമാനവും നമുക്ക് വേണ്ടേ? സാറിന്റെ ചാനല് ഇന്ത്യയിൽ മൊത്തം 18ഓളം നെറ്റ്വർക്ക് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ സാറിന്റെ ചാനൽ അതിൽ കൂടി പ്രചരിപ്പിക്കൂ. കേരളത്തിൽ അങ്ങനെ ഇല്ല, ഇത് കളവാണെന്ന് പ്രചരിപ്പിച്ചോളൂ. പക്ഷെ താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്നോ, കേരളത്തിൽ ഭീകരവാദികളില്ല, വർഗീയവാദികളില്ല. കരിയന്ത നസീർ ആരാ? ഞാൻ പറഞ്ഞോ എപ്പോഴെങ്കിലും കേരളത്തിൽ വർഗീയവാദികളില്ല, തീവ്രവാദികളില്ല എന്ന് പറഞ്ഞോ? സാറല്ലേ ഇപ്പം പറഞ്ഞത്? പറഞ്ഞിട്ടില്ല ശ്രീ ബാലകൃഷ്ണൻ. ശ്രീ ബാലകൃഷ്ണൻ, ഞാൻ ആവർത്തിച്ചു പറയുന്നു, കേരളത്തിൽ വർഗീയവാദികളുണ്ട്, കേരളത്തിൽ തീവ്രവാദികളുണ്ട്, കേരളത്തിൽ വർഗീയത മനസ്സിൽ പേറുന്ന ആളുകളുണ്ട്, കേരളത്തിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനവുമായി നിങ്ങൾ എങ്ങനെയെല്ലാം താരതമ്യം ചെയ്താലും, കഴിഞ്ഞ നൂറ്റാണ്ട് കാലത്തെ താരതമ്യം എടുത്താലും ആ സംസ്ഥാനങ്ങളെല്ലാം ബഹുദൂരം മെച്ചപ്പെട്ടത് തന്നെയാണ് കേരളം. അതിന് യാതൊരു സംശയമില്ല. ഇവിടെ പുഴുക്കുത്തുകളില്ല എന്നൊന്നും ആരും പറഞ്ഞില്ല. ഇവിടെ കടുത്ത വർഗീയവാദികളുണ്ട്, മുസ്ലിം വർഗീയവാദികളും ക്രിസ്ത്യൻ വർഗീയവാദികളും ഹിന്ദു വർഗീയവാദികളും ഒക്കെ കടുത്ത വർഗീയവാദികളുണ്ട്. അതൊന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല. പക്ഷേ മഹാഭൂരിപക്ഷം വരുന്ന മലയാളികൾ വർഗീയവാദികളല്ല, അവർ മതേതര മനസ്സുള്ളവരാണ്. അവർ മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല, സുഹൃത്തിനെയോ അല്ലെങ്കിൽ മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഒരാളുടെ മെറിറ്റിനെ വിലയിരുത്തുന്നത്. അതാണ് പറഞ്ഞത്. അതങ്ങനെ പറഞ്ഞോളൂ സാർ. അതിനെന്താ ഇവിടെ വിഷയോ? ഇതിന് വിഷയാക്കി എടുക്കാൻ ഒരു സിനിമയായിട്ട് വിടുക. അതിൽ വിശ്വസിക്കുന്നവർ വിശ്വസിക്കും. പിന്നെ പുറം സ്റ്റേറ്റിലുള്ളവരെ നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കേണ്ട. പുറം സ്റ്റേറ്റിലുള്ളവർക്ക് അവരുടെ ബുദ്ധി അനുസരിച്ച് കേരളത്തെ അവർ അളന്നോളും. അതൊന്നും താങ്കളുടെ ചാനലോ അവരെ വിശേഷിപ്പിക്കാനൊന്നും പോകണ്ട. കേരളത്തിൽ എന്താണ് നടക്കുന്നത്, കേരളത്തിൽ എന്താണ് സംഭവം എന്ന് മലയാളമല്ലാത്ത പല ചാനലുകളും രാജ്യത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പലരും കേരളത്തിനെതിരെ പലതും, കേരളത്തിലെ ആളുകൾ മാന്യമായി ജീവിക്കുന്നത്, ഇന്ത്യയിൽ ഒരു തുരുത്തായി നിന്നുകൊണ്ട് പ്രതിരോധത്തിന്റെ ശബ്ദം ഉയർത്തുന്നത് കാണുമ്പോൾ അസ്വസ്ഥരാകുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ ഭയങ്കര പ്രതിരോധമല്ലേ രാജ്യത്ത് മൊത്തം, രാജ്യസഭയിലും ലോകസഭയിലും കേരളത്തിന്റെ പ്രതിരോധം കൊണ്ട് നിവൃത്തിയില്ല. അതെ, കേരളത്തിന്റെ പ്രതിരോധം അത്രത്തോളം ശക്തമാണ്. സംശയം എന്താണ് ബാലകൃഷ്ണന്? വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കുന്ന രണ്ട് മുന്നണികൾ, കുട്ടനും മുട്ടനും തമ്മിലടിച്ച് ചോട കുടിക്കുന്ന രണ്ട് മുന്നണി, അത് തന്നെയാണ് ഏറ്റവും വലിയ വർഗീയവാദികൾ. അത് പുറം സ്റ്റേറ്റുകാർക്ക് അസലായിട്ട് അറിയാം.
അതൊന്നും താങ്കളുടെ ചാനൽ അതിനൊന്നും വേവലാതിപ്പെടണ്ട. അപ്പൊ വർഗീയത ഇല്ലാത്ത ആ ഒരു മൂന്നാമത്തെ മുന്നണി ഏതാണ്? അത് മനസ്സിലായിക്കോട്ടെ എന്ന്. അത് താങ്കളുടെ ചാനൽ വർഗീയത ഇല്ലാത്ത ആ മൂന്നാമത്തെ മുന്നണി ഏതാണ്? അല്ല, കേരളത്തിൽ നമ്പർ 1 അല്ലേ? കേരളം നമ്പർ 1 അല്ലേ? എല്ലാ കാര്യത്തിലും നമ്പർ 1 ഇപ്പം ഇതാ മദ്യം 12 മണി വരെ ആക്കി, അർദ്ധരാത്രി വരെ ആക്കി, 24 hours ആക്കാൻ പോതാ. നമ്പർ 1 തന്നെയാ. ഇനി യാതൊരു സംശയമൊന്നുമില്ല. ഏത് സമയത്തും കുടിച്ച് ആർത്തുല്ലസിക്കാം. താങ്കളെ ഈ വിഷയത്തിൽ നിന്നൊക്കെ പോയി ഇനി ഞാൻ വിഷയത്തിൽ മെച്ചപ്പെട്ട ജീവിതവും വളരെ സുഖമുണ്ടെന്ന് പറഞ്ഞതാ. വളരെ സുഖം തന്നെയാ. നട്ടപാതിര വരെ കുടിച്ച് ഉല്ലസിക്കായിപ്പോ. നമ്മുടെ വിഷയം എന്തായാലും ഈ കേരളത്തെ കുറിച്ച്, ഞാൻ ജീവിക്കുന്ന നാടിനെ കുറിച്ച് വൃത്തികെട്ട രീതിയിൽ ആളുകൾ പ്രചരിപ്പിക്കാൻ വന്നാൽ ഇത് വൃത്തികേടാണ്, നിങ്ങൾ കാണിക്കുന്നത് തെറ്റാണ് എന്ന് പറയാനുള്ള ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യനും അത് പറയാതിരിക്കാനാവില്ല. 5 കൊല്ലം തുന്നി പിടിപ്പിക്കുന്ന നമ്പർ 1 കേരളം. ശരി, താങ്കൾക്ക് കേരളം മോശപ്പെട്ട രീതിയിലാണെന്ന് പറയാൻ താല്പര്യം കാണും. വളരെ മെച്ചം തന്നെയാ കേരളം. ശരി, ഓക്കെ. പ്രദീപാണ് ഇടുക്കിയിൽ നിന്ന്. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കേരള സ്റ്റോറി 2-ന്റെ ഇന്നിപ്പോൾ എന്തായാലും റിലീസ് 2 ആഴ്ചത്തേക്ക് ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും നമ്മുടെ മുന്നിൽ ഒരു ഭീഷണി പോലെ നമ്മുടെ നാടിനെ ഏറ്റവും മോശപ്പെട്ട നാടായി ചിത്രീകരിക്കുന്ന ഒരു സിനിമ നിൽക്കുകയാണ്. ആ പടത്തിന് കേരള സ്റ്റോറിന് വേറിട്ട് വന്നത് ശരിയായില്ല. ഞാനത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഇതുകൂട്ട് കേസ് വരുന്നോർത്ത് ഇരിക്കുകയായിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഈ ഉത്തർപ്രദേശുകാരനെ ഞങ്ങളുടെ ഇവിടെ ഫ്രൂട്ട്സ് കട നടത്തുന്നുണ്ട്. ആരാണ്? 10 കൊല്ലം നടന്നത് ഫ്രൂട്ട്സ് കട. ഉത്തർപ്രദേശുള്ള പുള്ളി, യുപിക്കാരൻ. യുപിക്കാരൻ എന്ത് നടത്തുന്നു? ഫ്രൂട്ട്സ് കട നിൽക്കുന്നുണ്ട്. ഫ്രൂട്ട്സ് കട 10 കൊല്ലം. പറഞ്ഞോളൂ. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ നാടിനെ പറ്റി വളരെ മോശമായിട്ടുള്ള ഞങ്ങൾ കേട്ടോടെ മലയാളം ചിരിക്കണം. അത് കേട്ടോണ്ടിരിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ദേഷ്യമുണ്ട് കേൾക്കുമ്പോൾ. അടിച്ച് കറം പൊട്ടിക്കാൻ അറിയാൻ മേലത്തുണ്ട്. പിന്നെ ഇവിടെ ഒന്നും ഞാൻ ആൾക്കാർ നിർത്തില്ല, അതുകൊണ്ടാന്ന് പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. ഇടയ്ക്ക് ഇങ്ങനെ ഇവിടെ ഉള്ളവർ അവിടെ നിന്നും കൊണ്ടാറുണ്ട്. അത് ഇവിടെ പെരുപ്പിച്ച് കാണിക്കാന്ന് പറഞ്ഞു പുള്ളി. ആ പുള്ളിക്ക് ദേഷ്യം വേണ്ടെന്ന് പറഞ്ഞു പുള്ളി. പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് മിണ്ടാണ്ടിരിക്കണമെന്ന് പറഞ്ഞു. അവരുടെ നാടിനെ കുറ്റം പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ല. അറിയാമല്ലേ? അവരുടെ നാടിനെ കുറ്റം പറയുന്ന അവർക്ക് ഇഷ്ടമല്ലാതെ നല്ല കാര്യമല്ലേ? എനിക്ക് കേൾക്കുമ്പോൾ അറിയാം, മലയാളമൊക്കെ എനിക്ക് ശരിക്കറിയാം. ഞങ്ങൾക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് മിണ്ടാണ്ടിരിക്കണമെന്ന് പറഞ്ഞു പുള്ളി. അത് തന്നെ, അങ്ങനെ തന്നെ അവരെല്ലാവരും അങ്ങനെ ചിന്തിക്കണം. അതാ ഞാൻ പറയണത്. എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നു കരുതരുത്. എല്ലാവരും അവരുടെ നാട്ടിൽ കുറ്റം പറയാൻ ആരും സമ്മതിക്കില്ല. ശരി, കേരളത്തിന് മാത്രമല്ല, എല്ലാവരും അവരുടെ നാട്ടിൽ മെച്ചപ്പെട്ട നാടായിട്ടും നമ്മുടെ നാടിനെ കുറ്റം പറയാൻ സമ്മതിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പം ഇഷ്ടം പോലെ മൈക്കൂറിനെ വേറെ സ്റ്റേറ്റുകാരെ എന്നെ കുറ്റം ഞാൻ സമ്മതിക്കില്ല എന്ന് തന്നെ പറയുള്ളൂ ഉണ്ടെങ്കിലും. ശരി, ഓക്കെ. ആരും സമ്മതിക്കില്ല, ഇന്ത്യക്കാരും സമ്മതിക്കില്ല. ശ്രീ രഘുനന്ദൻ തന്നെയാണ് കൊല്ലത്ത് നിന്നും. ശ്രീ രഘുനന്ദൻ തിരുവല്ലാമരം അല്ലേ? അതെ, തിരുമുല്ലവാരം. ശരി, പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ളത്, ഒരുപാട് പേര് പല രീതിയിലും സംസാരിക്കുന്നുണ്ട്. നമ്മളൊരു ചർച്ച എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാടിന് വേണ്ടി നല്ല നന്മയ്ക്ക് വേണ്ടി വേണം എല്ലാവരും സംസാരിക്കാൻ. ആരുടെങ്കിലും ഭാഗത്ത് ചില നെഗറ്റീവ് പോയിന്റ്സുകൾ ഉണ്ടെങ്കിൽ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.